കോഴിക്കോട് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേർ സംഭവത്തിൽ ഒരാൾ പിടിയിലുമായിട്ടുണ്ട്. തിക്കോടിക്കും നന്ദി ബസാറിനും ഇടയിൽ വെച്ചാണ് കല്ലേർ ഉണ്ടായത്. കല്ലേറിൽ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും 2 ഗ്ലാസുകളും തകർന്നു. ദിസ്ന സുരേഷ് വിവരങ്ങളും നൽകാനായി ചേരുന്നു. ദിസ്ന, എപ്പോഴായിരുന്നു സംഭവം? അനു, ഇന്നലെയാണ് ഇത്തരത്തിൽ സമാനമായ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ നന്ദി ബസാറിന് സമീപം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിന് നേരെയും ഇത്തരത്തിലൊരു കല്ലേർ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ലോക്കോ പൈലറ്റാണ് ഈ കല്ലെറിയുന്നത് കണ്ടത്. അതായത് നന്ദി ബസാറിന് സമീപം, തിക്കോടിക്കും നന്ദി ബസാറിനും സമീപത്ത് വാഹനം എത്തുമ്പോഴാണ് ഇത്തരത്തിലൊരാൾ കല്ലെറിയുന്നത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ലോക്കോ പൈലറ്റ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വടകര RPF-ഉം കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരും എത്തുകയായിരുന്നു. C1 E2 എന്ന കോച്ചിലെ 2 ഗ്ലാസുകൾ പൊട്ടിയ നിലയിലാണ് ഉള്ളത്. മുൻപിലെ ഗ്ലാസും പിന്നിരയിലുള്ള ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചന്ദ്രു എന്നു പേരുള്ള ഹിന്ദി സംസാരിക്കുന്ന ഒരാളെ ഇപ്പോൾ RPF കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചു വരികയാണെന്നാണ് RPF-ഉമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അനു, ശരി ദിസ്ന.